അപ്പോൾ ഈ ടേസ്റ്റിയായ ചിക്കൻ കോർമ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വലിയ വലിയ പീസസ് ആയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബിലിസ്തയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബിലിസ്തയാക്കി എടുക്കണം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് പേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ ചില്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി. പിന്നെ ആവശ്യമുള്ളത് ഗരം മസാലയാണ്. ഇതിൽ 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ബേലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ജൂലിയൻ കട്ടാക്കി എടുക്കണം. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് തൈരിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇത് മാറ്റി വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 കപ്പ് 3/4 കപ്പ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് കുറുമ ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യമുണ്ട്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്ക് ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേലീഫ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. കരിയാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കന് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഹൈ ഹീറ്റിലേക്ക് ആക്കിയെടുക്കാം. ഹൈ ഹീറ്റിൽ വേണം ചിക്കന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൽ വെള്ളം വരും, കുറേ വെള്ളം വരും. അപ്പോൾ നന്നായിട്ട് ഹൈ ആക്കിയിട്ട് ഇത് ഇളക്കിക്കൊണ്ട് നന്നായിട്ട് ഒരു വൈറ്റ് കളർ ആവണ വരെ, ചിക്കൻ്റെ കളർ വൈറ്റ് ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ചിക്കൻ ഇതാ ഇടയ്ക്കിടയ്ക്ക് സൈഡ് മാറ്റിയിട്ടൊക്കെ വേണം ശരിയാക്കി എടുക്കാൻ. ഒരു വൈറ്റ് കളർ ആവണ വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ സൈഡ് മാറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ അത് ചിക്കൻ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗവും മറിച്ച് ഇളക്കിക്കൊണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ തീ മീഡിയം ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് മസാലയും ചിക്കനെല്ലാം നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഫുള്ള് തൈര് ഒഴിച്ച് കൊടുക്കരുത്. ഹാഫ് പോർഷൻ മാത്രം, ഇതിൽ ഹാഫ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സാക്കി എടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് നന്നായിട്ട് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ. അല്ലെങ്കിൽ തൈര് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടിത് യോജിച്ച് കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. അങ്ങനെ അതാ നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോട്ടേ ചെയ്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. തൈരിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ, വെള്ളമൊക്കെ വറ്റണ വരെ, തൈരിലുള്ള വെള്ളമൊക്കെ വറ്റണ വരെ ഇത് നമുക്ക് വീണ്ടും ശരിയാക്കിയെടുക്കാം. 2 പ്രാവശ്യം ചെയ്യുന്നത് തൈര് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൈര് ചിലപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിരിയും. അതുകൊണ്ട് 2 പ്രാവശ്യം ചെയ്യുന്നത് തൈര് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ അതാ മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തൈരിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ചിക്കൻ വേവിച്ചെടുക്കേണ്ടതാണ്. അതിനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവണ വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. അങ്ങനെ അതാ നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ബിലിസ്ത ചേർത്ത് കൊടുക്കാം. ബിലിസ്ത ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഞങ്ങൾ മിക്സിയിൽ ഇട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, പൗഡറാക്കി എടുത്തത്. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗരം മസാല പൊടി ലാസ്റ്റിലാണ് ചേർക്കേണ്ടത്, ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ദമ്മിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഗ്യാസിൻ്റെ തീ ലോ ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ദമ്മാക്കി എടുക്കാം. അങ്ങനെ കറി നന്നായിട്ട് 2-3 മിനിറ്റോളം ദമ്മാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് പുറത്തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫുള്ള് ചേർക്കേണ്ട, കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം, എണ്ണ പുറത്ത് വരുന്ന വരെ. അങ്ങനെ അതാ 2-3 മിനിറ്റിന് ശേഷം നമ്മളെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ കോർമ, അടിപൊളി ചിക്കൻ കോർമ റെഡിയാണ്. കുറച്ച് ഡിഫറെൻ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും സാദാ ചോറിനൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.